ഒരു മഴയുള്ള രാത്രിയിൽ ഗ്രാമത്തിലെ ഏറ്റവും സമ്പന്നനായ വ്യാപാരി ജോസഫ് മാത്യു തൻ്റെ പഴയ ബംഗ്ലാവിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തപ്പെട്ടു. വീട്ടിലെ എല്ലാ വാതിലുകളും അകത്തുനിന്ന് പൂട്ടിയ നിലയിലായിരുന്നു. മുറിയുടെ നടുവിൽ ജോസഫിൻ്റെ മൃതദേഹം കിടന്നു. സമീപത്ത് രക്തം പുരണ്ട ഒരു പഴയ വെള്ളി വാച്ചു മാത്രം. കേസ് അന്വേഷണത്തിന് ഒരു ഡിറ്റക്റ്റീവ് ടീമിനെ ഏർപ്പാടാക്കി. ഈ ടീമിലുള്ള ഡേവിഡ്, അദ്ദേഹം കുറ്റവാളികളെ പിടികൂടുന്നതിൽ പ്രശസ്തനായിരുന്നു. ഡേവിഡ് ആദ്യം വീട്ടിലെ ജോലിക്കാരനായ രാമനെ ചോദ്യം ചെയ്തു. സാർ, രാത്രി 9 മണിക്ക് ഞാൻ ഭക്ഷണം കൊടുത്തു. അതിനുശേഷം ഞാൻ ഔട്ട് ഹൗസിലേക്ക് പോയി. രാവിലെ വന്നപ്പോൾ സാർ മരിച്ചു കിടക്കുകയായിരുന്നു. ഡേവിഡിന് എന്തോ പൊരുത്തക്കേട് തോന്നി. വ്യാപാരിയുടെ ഏക മകൻ ഡാനിയൽ വിദേശത്തു നിന്ന് 2 ദിവസം മുൻപാണ് നാട്ടിലെത്തിയത്. അച്ഛനുമായി സ്വത്ത് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നുവെന്ന് ഗ്രാമക്കാർ പറഞ്ഞു. പക്ഷേ കൊല നടന്ന സമയത്ത് അദ്ദേഹം നഗരത്തിലെ ഒരു ഹോട്ടലിലായിരുന്നു. ഡേവിഡിൻ്റെ ശ്രദ്ധ പിന്നീട് ജോസഫിൻ്റെ പഴയ സുഹൃത്തായ വർഗീസ് എന്നയാളിലേക്ക് തിരിഞ്ഞു. വർഷങ്ങൾക്ക് മുൻപ് ഇരുവരും ചേർന്ന് ഒരു ബിസിനസ് തുടങ്ങിയിരുന്നു. പിന്നീട് ജോസഫ് ഒറ്റയ്ക്ക് കമ്പനി സ്വന്തമാക്കിയതോടെ ഇരുവരും ശത്രുക്കളായി. അന്വേഷണം മുന്നോട്ടു പോയപ്പോൾ ഒരു ഞെട്ടിക്കുന്ന വിവരം പുറത്തു വന്നു. 15 വർഷങ്ങൾക്ക് മുൻപ് കരിമ്പാറയിൽ ഒരു മത്സ്യത്തൊഴിലാളി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചിരുന്നു.